വിക്രം വേദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം ജയിലിലായ സമയത്ത് വിക്രമിൻ്റെ അച്ഛൻ മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടം അത് വിക്രമിന് വളരെ വലുതായിരുന്നു. അച്ഛൻ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് നാൾ മാത്രമേ വിക്രമിന് തൻ്റെ അച്ഛൻ്റെ കൂടെ കഴിയാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് വിക്രം ചെയ്യാത്ത തെറ്റിന് ജയിലിലേക്ക് പോയത്. അച്ഛൻ മരിച്ചതോടുകൂടി സ്വന്തം വീട്ടിലേക്ക് വിക്രം പോകാറേയില്ല. അമ്മയെ കാണാൻ ഇടയ്ക്ക് പോകുക എന്നല്ലാതെ അവിടെ പോയി വിക്രം ഒരു ദിവസം പോലും നിൽക്കാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം തികയുന്നത്. അച്ഛന് വേണ്ട ചടങ്ങുകളെല്ലാം മക്കളും മരുമക്കളും ചേർന്ന് ചെയ്യണമെന്ന് കമലാമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമായിരുന്നു. അതിനായിട്ട് വേദിയും വിളിക്കണമെന്ന് കമല തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീജയോട് കമല പറയുന്നുണ്ട്, ശ്രീജി നീ എങ്ങനെയെങ്കിലും വേദിയെ വിളിക്കണം. അവളോട് അച്ഛൻ്റെ ചടങ്ങിനായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം. മാഷിന് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പെൺമക്കളില്ലാത്ത ഞങ്ങൾക്ക് ഒരു മകളുടെ സ്ഥാനത്താണ് വേദിയെ കണ്ടിരുന്നത്. ഒരു കുഞ്ഞുണ്ടാവുക എന്നറിഞ്ഞപ്പോൾ മാഷ് ഒരുപാട് സന്തോഷിച്ചിരുന്നു. മാഷ് എപ്പോഴും പറയുമായിരുന്നു വേദ വന്നതിന് ശേഷമാണ് വിക്രമിന് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണമെന്ന്. വേദിയാണെങ്കിലും വീണ്ടും അച്ഛൻ്റെ ഇഷ്ടം പോലെ അവനെ പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. എക്സാം എല്ലാം വിക്രം എഴുതിയതുമാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ വേദ കൂടി വന്ന് എല്ലാ ചടങ്ങുകളും ചെയ്യണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ശ്രീജി നീ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ നേരിട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരണം. ശരി അമ്മേ, ഞാൻ എന്തായാലും വേദിയെ പോയി കാണാം എന്ന് ശ്രീജ പറയുന്നുണ്ട്. അങ്ങനെ വേദിയെ കാണാനായിട്ട് ശ്രീജ ചെല്ലുന്നുണ്ട്. ശ്രീജയെ കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ശ്രീജയോട് പഴയതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി പെരുമാറുകയാണ് വേദ. ചേച്ചി എന്താണ് ഇങ്ങോട്ട് വന്നേ? വേദ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്നെ അമ്മ വിട്ടതാ. അച്ഛൻ്റെ ഒരു വർഷം തികയലാണ് അടുത്ത ദിവസം. അതുകൊണ്ട് മക്കളും മരുമക്കളും ചേർന്ന് ചടങ്ങെല്ലാം ചെയ്യണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മയ്ക്ക് അത് വലിയ ആഗ്രഹമാണ്. മാത്രമല്ല വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് വേണം ചടങ്ങെല്ലാം നടത്താൻ. ചേച്ചി ഞാൻ എന്തായാലും വരുന്നില്ല. എനിക്ക് വിക്രമിനെ കാണാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വേദ. നിനക്ക് വലിയ തിരക്കാണെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മുടെ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, അതെങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കണം. അതുകൊണ്ട് അച്ഛൻ്റെ ചടങ്ങിന് മക്കളും മരുമക്കളും എല്ലാവരും വേണം. വേദ എന്തായാലും വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീജ. അങ്ങനെ സങ്കടം സഹിക്കാനാകാതെ ശ്രീജ കരയുകയാണ്. ആ സമയം വേദ പറയുകയാണ്, ശരി ഞാൻ വരാം. അവിടെയുള്ളവരെ ഓർത്തിട്ടല്ല, അച്ഛനെ ഓർത്തിട്ട് മാത്രം. അച്ഛൻ ആരോടും ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. എപ്പോഴും സത്യസന്ധത മാത്രം മുറുകെ പിടിക്കുന്ന ആളാണ്. അച്ഛനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് മാത്രം ഞാൻ വരാം എന്ന് വേദ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി ശ്രീജ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ശ്രീജേച്ചി ഒന്ന് കുടിക്കാതെ പോവുകയാണോ? ഒന്ന് വേണ്ട മോളെ, മോള് വരാമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ സന്തോഷമാണ്. അങ്ങനെ ശ്രീജ അവിടെ നിന്ന് പോകുന്നുണ്ട്. വിക്രമിനോട് ഇക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചടങ്ങ് സമയത്ത് എല്ലാവരും കാത്തിരിക്കുന്നത് വിക്രമിനെയും വേദയുമാണ്. വിക്രം വന്നാലും വേദ വരുമോ എന്ന സംശയത്തിലാണ് കമലാമ്മ നിൽക്കുന്നത്. അങ്ങനെ ശ്രീജയോട് കമല ചോദിക്കുന്നുണ്ട്, ശ്രീജി അവൾ വരില്ലേ? അവൾ വന്നാലേ ചടങ്ങുകൾ നടത്താൻ കഴിയുകയുള്ളൂ. തിരുമേനി എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദ ഒരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്. മീറ്റിങ്ങിനിടയിലും വേദയുടെ മനസ്സ് അവിടെയാണ്. ചടങ്ങിന് കൃത്യസമയത്ത് എത്തണമല്ലോ. അങ്ങനെ വീണ്ടും കമല ആദിയോട് കൂടി നിൽക്കുന്നുണ്ട്. ശ്രീജി വേദ വരില്ലേ? ഉറപ്പല്ലേ? ആ അമ്മേ, എന്തായാലും വേദ വരും. അവൾ എനിക്ക് വാക്ക് തന്നതാ. അവൾ വരാതിരിക്കില്ല. അമ്മ പേടിക്കാതിരിക്കുക. എന്തായാലും അവൾ വന്നോളൂ എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട്. എന്നാൽ നന്ദിനി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല വേദ വരുമെന്ന്. അവൾ വലിയ കളക്ടറല്ലേ, എന്തൊക്കെ തിരക്ക് കാണും. അതിനിടയിൽ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയില്ലേ നന്ദിനി, എന്തായാലും വേദ വരും. അവൾ എനിക്ക് വാക്ക് തന്നതാ. അങ്ങനെ വാക്ക് തെറ്റിക്കുന്ന ആളല്ല വേദ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീജ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വേദ പറയുന്നുണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന്. മേഡം അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. 2 വീലറിൽ ഞാൻ മേഡത്തിനെ കൊണ്ടുവിടാം. 2 വീലറിൽ പോകണമെങ്കിൽ എനിക്കൊരാളുടെ ആവശ്യമില്ല, ഞാൻ തനിയെ പോയിക്കോളാം എന്നൊക്കെ വേദ പറയുന്നുണ്ട്. വേദ അങ്ങനെ ഹെൽമെറ്റ് ഇടുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാരും ഡ്രൈവറും ഒക്കെ പറയുന്നുണ്ട്, മേഡം എന്തിനാ തനിയെ പോകുന്നത്? ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുവിട്ടാൽ പോരെ? ആരും വരണ്ട, എനിക്ക് നന്നായിട്ട് ബൈക്ക് ഓടിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പിറകെ പോലീസ് ജീപ്പ് ഒന്നും എടുത്ത് വരേണ്ട. എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അങ്ങോട്ടേക്ക് എൻ്റെ കൂടെ വേറെ ആരും വരണ്ട. അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കോളാം.
എന്നും പറഞ്ഞ് വേദ ഹെൽമെറ്റൊക്കെ ധരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ വിക്രം അവിടെ എത്തുന്നുണ്ട്. വിക്രമായിരിക്കും ആദ്യം അവിടെ എത്തുന്നത്. അങ്ങനെ വിക്രം ബൈക്കിൽ നിന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിക്രമിനെ കണ്ടതും കമലാമ്മ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. മോനെ വിക്രം, നീ എന്താടാ ഈ അമ്മയെ കാണാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാത്തത്? അമ്മേ, ഇങ്ങോട്ട് വന്നാൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത്. അച്ഛനെ പോയിട്ടുള്ളൂ, നിന്റെ അമ്മ ജീവനോടെ തന്നെ ഇവിടെയുണ്ട്. അമ്മേ, അമ്മയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. അവിടെ എൻ്റെ അടുത്ത് ഒന്ന് താമസിക്കാലോ. ഞാൻ എങ്ങോട്ടുമില്ലടാ. നിന്റെ അച്ഛൻ്റെ ശ്വാസം ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. ഇവിടെ എവിടേക്കോ നിന്റെ അച്ഛൻ നിൽക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടുമില്ലടാ. മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. അമ്മേ, അമ്മ സങ്കടപ്പെടാതിരിക്കെ. എന്നാലും മോനെ, നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ്റെ കൂടെ സ്നേഹത്തോടു കൂടി കുറച്ച് നാളുകൾ പോലും നിനക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. മരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കുറിച്ച് നിന്റെ അച്ഛൻ ചോദിച്ചിരുന്നു. നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടാവും, നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് വെറുത്തിരുന്നെന്ന്. നിന്നോട് ഒരുപാട് ദേഷ്യം കാണിച്ചിരുന്നു അച്ഛൻ. പക്ഷേ അതൊക്കെ വെറും നാടകമായിരുന്നെടാ. നിന്നെ ഒരിക്കലും അച്ഛനെ വെറുക്കാൻ സാധിക്കില്ല. നിന്നോട് ദേഷ്യമായിരുന്നില്ല. അച്ഛൻ വിചാരിച്ചതുപോലെ നിനക്ക് ഒരിക്കലും എത്താൻ സാധിച്ചിരുന്നില്ലല്ലോ. അതിൻ്റെ ഒരു ചെറിയ സങ്കടം പിന്നീട് നീ ഗുണ്ടായുസമായി നടക്കുമ്പോഴെല്ലാം അച്ഛൻ്റെ മനസ്സിൽ ആദിയായിരുന്നു. പിന്നീട് വേദ പറയുന്നത് കേട്ട് നീ പഠിക്കാനും ജോലിക്ക് പോകാനും എല്ലാം ട്രൈ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നെന്നോ. പക്ഷേ അതിനത്ര ആയുസ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും നീ ഈ ചതിയിൽ പെട്ടുപോയില്ലേ. അമ്മേ, വേദിയുടെ കാര്യം ഇനി ഇവിടെ പറയണ്ട. അവളെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എടാ, നീ ഒന്ന് പതുക്കെ പറ. വേദ ഇപ്പോൾ ഇങ്ങോട്ട് വരും. അവൾ വരുമ്പോൾ നീ പറയുന്നത് കേട്ടാൽ അവൾക്ക് വിഷമമാവില്ലേ? അപ്പോഴേക്കും വേദ അങ്ങോട്ട് വരുന്നുണ്ട്. വേദയെ കാണുന്നതും ദേഷ്യത്തോടു കൂടി വിക്രം നിൽക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇവളെ വിളിച്ചത്? മോനെ, നിങ്ങൾ മക്കളും മരുമക്കളും ചേർന്ന് വേണം ഈ ചടങ്ങ് നടത്താൻ. എന്നാൽ മാത്രമേ നിന്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേദിയെ വിളിച്ചു വരുത്തിയത്. ഇവളെൻ്റെ അച്ഛന് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട. ഇവളൊരു കൊലയാളിയാണ്, എൻ്റെ കുഞ്ഞിനെ കൊന്ന കൊലയാളി. അതുകൊണ്ട് അവൾ ഇനി ഇവിടുത്തെ ചടങ്ങുകളൊന്നും ചെയ്യേണ്ട. എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ ചെയ്യാൻ. ഇവൾ ചടങ്ങ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ അച്ഛന് ആത്മശാന്തി കിട്ടും. അതെനിക്ക് ഉറപ്പാ. ഏട്ടത്തി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനിവിടെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞതല്ലേ. നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് എൻ്റേതായിട്ട് കുറേ ജോലികളുണ്ട്. പിന്നെ ആ പാവം മനുഷ്യനെ ഓർത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ വേദി, നീ അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനു വേണ്ടി നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് വേണം ഈ ചടങ്ങ് നടത്താൻ. നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാശിയും ദേഷ്യവും മനസ്സിൽ വെക്കുന്നത്? അങ്ങനെ കമലാമ്മയുടെ സങ്കടം കണ്ട് സഹിക്കാനാകാതെ രണ്ടുപേരും അച്ഛന് വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും രണ്ടുപേർക്കും പരസ്പരം വല്ലാതെ ദേഷ്യമാണ്. വിക്രം കരുതിയിരിക്കുന്നത് കുഞ്ഞിനെ വേദ നശിപ്പിച്ചു എന്നാണ്. വേദിയുടെ അച്ഛൻ അങ്ങനെയാണ് വിക്രമിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിക്രം വേദയെ തെറ്റിദ്ധരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ വേദ പ്രസവിച്ചതും ആ കുഞ്ഞ് വേദിയുടെ അടുത്ത് തന്നെ വളരുന്ന കാര്യവും വിക്രം അറിയുന്നില്ല. അങ്ങനെ ടെസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് പവിത്രത്തിൽ വരാൻ പോകുന്നത്.